എടോ, തനിക്ക് ഈ കരടിയുടെയും രാജാവിൻ്റെയും കഥ അറിയോ? ഇല്ല പാപ്പ, പാപ്പൻ പറ. ഒരെണ്ണം വെച്ചേ. പണ്ടൊരു രാജാവുണ്ടായിരുന്നു. പുള്ളിക്കാരന് വേട്ടയ്ക്ക് പോകുന്നത് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പുള്ളി ഒറ്റയ്ക്ക് കാട്ടിൽ നല്ല ഹൈറ്റും വെയിറ്റുമൊക്കെ ഉള്ള ഒരൊത്ത കരടി. രാജാവ് അമ്പെടുത്ത് ഉന്നം പിടിച്ച് മിസ്സായി. കരടി ഓടി വന്ന് രാജാവിൻ്റെ മുന്നിൽ വന്ന് നിന്ന് കളിയാക്കി. ഉന്നം പോലും പിടിക്കാനറിയാത്തൊരു രാജാവ്. ഊമ്പടം. രാജാവ് ഊമ്പിക്കൊടുത്തു, തിരിച്ചുപോയി. രാജാവിന് വലിയ സങ്കടവും ദേഷ്യമൊക്കെ. അടുത്ത ദിവസം രാജാവ് പൂർവാധികം ശക്തിയോടെ വീണ്ടും ചെന്നു. അതിരാവിലെ ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു വരുന്ന കരടിയെ നോക്കി പിന്നെയും വിട്ടു. അടുത്ത ബാൾ മിസ്സായി. കരടി ഓടി വന്ന് രാജാവിൻ്റെ മുന്നേ വന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഊമ്പിട്ട് പോടോ. അങ്ങനെ ഇവിടെ ആരും ഇല്ലായിരുന്നല്ലേ? മേലൽ ഞാൻ മതി കഥ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഇരുന്നിങ്ങനെ കൊണച്ച വർത്താനം പറയുന്നു മൈര. ക്ഷമിക്കൂ പാപ്പ, അറിയാതെ പറഞ്ഞതല്ലേ. എന്താ അറിയാതെ കഥ പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് കൊണച്ച ചോദ്യം. ഇതങ്ങോട്ട് ഇനി ബാക്കി പറ. എവിടെ പറഞ്ഞു നിർത്തിയേ? രണ്ടാമത് എന്നിട്ട് മിസ്സായി. അങ്ങനെ രാജാവ് പിന്നെയും കരടിക്ക് മുമ്പിക്കൊടുത്ത് രാജാവ് തിരിച്ചുപോയി. ഇത്തവണ രാജാവ് സ്വയം കുറെ പരിശീലനമൊക്കെ എടുത്തു. അമ്പ് വിട്ട് അതിലും മാസ്റ്ററായി. മറ്റൊരു ദിവസം രാജാവ് വീണ്ടും കാട്ടിൽ ചെന്നു. ഇത്തവണ കരടി ഉറങ്ങുന്ന കരടിയുടെ കണ്ണിൽ നോക്കി വിട്ടു. അടുത്ത ബാൾ പിന്നെ മിസ്. കരടി തട്ടിപ്പടഞ്ഞെണീറ്റ് ഓടി വന്ന് രാജാവിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, എടോ, താൻ എന്നെ കൊല്ലാനാണോ വരുന്നത്, എൻ്റെ ഊമ്പാനാണോ വരുന്നതെന്ന് ചോദിച്ചു. ഇപ്പൊ ഈ കഥ പറയാൻ കാരണം എന്താ? ഈ കഥയുടെ സാരാംശം എന്താണെന്ന് തനിക്ക് മനസ്സിലായോ? മോറൽ എന്താ? ഒരു കിണ്ടിയില്ല. ഈ കഥയിൽ ഒരു സാരാംശമില്ല, ഒരു തേങ്ങയില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ജസ്റ്റ് എൻജോയ് ആൻഡ് മൂവ് ഓൺ.